എജുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളിയാണ് PDT ആചാരി. PDT ആചാരിയാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്താണ് പനത്തടി. പനത്തടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക നമ്പർ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് 1897. 1897 ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ്. ദിമിത്രി മെൻഡലീവാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്ര. തന്മാത്രയാണ് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര. തന്മാത്രയാണ് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണം. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. മോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മോൾ ദിനമായി ആചരിക്കുന്നത്? ഒക്ടോബർ 23. ഒക്ടോബർ 23 മോൾ ദിനമായി ആചരിക്കുന്നത്. ഗ്രീനോക്കെറ്റ് എന്തിൻ്റെ അയിരാണ്? ഗ്രീനോക്കെറ്റ് എന്തിൻ്റെ അയിരാണ്? കാഡ്മിയം. കാഡ്മിയത്തിൻ്റെ അയിരാണ് ഗ്രീനോക്കെറ്റ്. സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? കറുത്തീയം. കറുത്തീയത്തിൻ്റെ അയിരാണ് സെറുസൈറ്റ്. COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ. COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ കോവാക്സിൻ. കോവാക്സിനാണ് COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി 2018 നവംബർ 12. 2018 നവംബർ 12 ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചത്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. പാപ്പിലിയോ ബുദ്ധ എന്നതാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം മെൻഡലേവിയം. മെൻഡലേവിയമാണ് ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം. ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം. ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു
കുർക്കുമിൻ. കുർക്കുമിനാണ് മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി. ജാതിനാശിനി സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനായിരുന്നു ജാതിനാശിനി സഭയുടെ ആദ്യത്തെ സെക്രട്ടറി. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത്. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനായിരുന്നു ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ രചിച്ച പുസ്തകമാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു. നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത്. നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത്. പൊയ്കേൽ യോഹന്നാൻ അന്തരിച്ച വർഷം. പൊയ്കേൽ യോഹന്നാൻ അന്തരിച്ച വർഷം 1939. 1939 പൊയ്കേൽ യോഹന്നാൻ അന്തരിച്ചത്. ആരുടെ ശ്രമഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത്? ആരുടെ ശ്രമഫലമായിട്ടായിരുന്നു തിരുവിതാംകൂറിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത്? ചാവറയച്ചൻ. ചാവറയച്ചൻ്റെ ശ്രമഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത്. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? എസ് കെ പൊറ്റക്കാട്ട്. എസ് കെ പൊറ്റക്കാട്ടിൻ്റെ രചനയാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത്. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ആയിരുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അഗ്മാർക്ക്. അഗ്മാർക്ക് മുദ്രയാണ് ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം എന്ത്? ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽഷ്യം ഹൈപ്പോക്ലോറൈഡ്. കാൽഷ്യം ഹൈപ്പോക്ലോറൈഡ് എന്നതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തി സി കെ കുമാരപ്പണിക്കർ. സി കെ കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തി. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി.
ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് അദ്വൈത പഞ്ചരം. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് അദ്വൈത ചിന്താ പദ്ധതിയും രചിച്ചത്. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് അദ്വൈത ദീപിക. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നത്. ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന വിര. കർഷകൻ്റെ മിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന വിര മണ്ണിരയാണ് കർഷകൻ്റെ മിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന വിര. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ശുക്രനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ആരുടെ ജനനസ്ഥലമാണ് പാട്യം? വാഗ്ഭടാനന്ദൻ്റെ ജനനസ്ഥലമാണ് പാട്യം. ആരുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്. ആരുടെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്? ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 ആചരിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവിയാണ് കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആസ്ഥാനം വാരാണസിയിലാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആസ്ഥാനം. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത ജനിച്ച രാജ്യം അയർലൻഡ്. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത ജനിച്ചത് അയർലൻഡിലാണ്. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിൽ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറായിരുന്നു മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനായിരുന്നു പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്. അയ്യങ്കാളി അന്തരിച്ച വർഷം? അന്തരിച്ചത് 1941. 1941 അയ്യങ്കാളി അന്തരിച്ചത്.
സ്ത്രീധന വിരുദ്ധ ദിനം എന്നാണ് സ്ത്രീധന വിരുദ്ധ ദിനം? നവംബർ 26. നവംബർ 26-നാണ് സ്ത്രീധന വിരുദ്ധ ദിനം. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആനന്ദതീർത്ഥ സ്വാമികൾ. ആനന്ദതീർത്ഥ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ. പണ്ഡിറ്റ് കറുപ്പൻ വാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് രൂപം നൽകിയ വർഷം. പണ്ഡിറ്റ് കറുപ്പൻ വാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് രൂപം നൽകിയ വർഷം 1910. 1910-ലായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ വാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് രൂപം നൽകിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് അമ്പലവയൽ. അമ്പലവയൽ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മേലില. മേലില ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന്. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് പപ്പു. കല്ലുമാല സമരം നയിച്ചത്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഋഗ്വേദം. ഋഗ്വേദമാണ് യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ. കോഴിക്കോട്ട് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത്. കോഴിക്കോട്ട് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു കോഴിക്കോട്ട് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത്. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാന്നാനം. മാന്നാനത്താണ് ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ സംസ്കൃതം. സംസ്കൃതമാണ് ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. തായാട്ട് ശങ്കരനായിരുന്നു കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. അയ്യ വൈകുണ്ഠരുടെ ബാല്യകാലനാമം. അയ്യ വൈകുണ്ഠരുടെ ബാല്യകാലനാമം മുത്തുക്കുട്ടി. മുത്തുക്കുട്ടി എന്നതായിരുന്നു അയ്യ വൈകുണ്ഠരുടെ ബാല്യകാലനാമം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. ടാഗോറിൻ്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യകോകിലം ആലപിച്ചതാര്? ടാഗോറിൻ്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യകോകിലം ആലപിച്ചത് സി കേശവൻ. സി കേശവനായിരുന്നു ടാഗോറിൻ്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യകോകിലം ആലപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റലാണ് കാൽസ്യം. കാൽസ്യമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ.
ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. ഏണസ്റ്റ് കിർക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ. ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? കുമാരനാശാൻ. കുമാരനാശാൻ്റെ ബാല്യകാല നാമമാണ് കുമാരു. ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഡോക്ടർ പൽപ്പു. നവോത്ഥാന നായകനായിരുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതസ്മരണകൾ. എൻ്റെ ജീവിതസ്മരണകൾ ആണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കറുകച്ചാൽ. കറുകച്ചാലിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി. കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചതാര്? 1847 മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് 1847 മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. ഗോവയെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കിയപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി. ഗോവയെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കിയപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നത് വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോനായിരുന്നു ഗോവയെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കിയപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരുന്നത്. വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ചത്. വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ചത്. അച്ചിപ്പുടവ സമരം നയിച്ചത്. അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറായിരുന്നു അച്ചിപ്പുടവ സമരം നയിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമപിള്ള. കെ പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി EMS. EMS ആണ് 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? SNDP യോഗം. SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് യോഗനാഥം. ആർക്ക് രാഷ്ട്രീയാഭയം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്? ആർക്ക് രാഷ്ട്രീയ അഭയം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്? ദലൈലാമ. ദലൈലാമയ്ക്ക് രാഷ്ട്രീയാഭയം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ. ദുരവസ്ഥയാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയായിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത്. ഏത് വർഷമായിരുന്നു VT ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര? ഏത് വർഷമായിരുന്നു
VT ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര 1931. 1931 VT ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത് സാധുജന പരിപാലിനി. 1913 സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരു. നടരാജ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. നായർ ഭൃത്യജനസംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ ഭൃത്യജനസംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ മേനോൻ. കെ കണ്ണൻ മേനോനായിരുന്നു നായർ ഭൃത്യജനസംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം എവിടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം എവിടെയാണ്? പയ്യാമ്പലം. പയ്യാമ്പലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ, ഫിൽട്ടർ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഫിൽട്ടർ, അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്. നിർവൃതി പഞ്ചകം രചിച്ചത്. നിർവൃതി പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് നിർവൃതി പഞ്ചകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.